ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടി ദം ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ്. അതിന് വേണ്ടി മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ ചിക്കൻ വാങ്ങിക്കണം. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ചിക്കൻ കഴിയാറായിട്ടുണ്ടായിരുന്നു. ആകെ ഒരു ചിക്കൻ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ കൈയോടെ വാങ്ങിച്ചു. പിന്നെ ഇതേപ്പോൾ അതിലേക്ക് വേണ്ട പച്ചക്കറി ഐറ്റംസ് വാങ്ങിച്ചു. വീട്ടിലെത്തി ചിക്കൻ വൃത്തിയായി കഴുകിയതിന് ശേഷം ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. അത് ബാക്കി ചിക്കൻ മാറ്റി വെച്ചു. അത് ബിരിയാണിക്ക് ആവശ്യമായ ചിക്കൻ മാത്രമാണ് എടുത്തത്. അതിലേക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇനി കുറച്ച് വിനാഗിരിയും കൂടി നമ്മൾ അതിലോട്ട് ചേർക്കണം. കാരണം അതിൽ വിനാഗിരി ചേർക്കുമ്പോൾ നല്ല ഉപ്പും എരിവും പുളിയും നല്ലോണം പിടിക്കാനാണ് അതിൽ വിനാഗിരി ചേർക്കുന്നത്. നല്ലപോലെ കുഴച്ച് വെച്ചതിന് ശേഷം കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് മല്ലിച്ചപ്പും വേപ്പിൻ്റെലയും കൂടി ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല സ്മെല്ലിന്. 1/2 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. നല്ലപോലെ ചൂടായതിന് ശേഷം കുറച്ച് വേപ്പിൻ്റെല ഇട്ട് കൊടുത്തു. വേപ്പിൻ്റെല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. അതിന് ശേഷം ചിക്കൻ ഓരോന്നായി ചട്ടിയിലോട്ടിട്ട് ഇളം ചൂടിൽ തീ കൂട്ടാതെ നല്ല കളറോട് കൂടി തന്നെ അത് വറുത്തെടുത്തു. പകുതിയോളം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇളം ചൂടിലായതുകൊണ്ട് തന്നെ അതിൻ്റെ കളറ് പോവാതെ നല്ല ഭംഗിക്ക് തന്നെ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പാത്രത്തിലോട്ട് ഞാനത് മാറ്റി വെച്ചു. അതിൻ്റെ കളറ് കരിയാതെ തന്നെ നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ആ ചീഞ്ചട്ടിയിൽ തന്നെയാണ് നമ്മൾ സവാള മൂപ്പിച്ചെടുക്കുന്നത്. ആ സവാളയിലെ ഇറച്ചി വറുത്തതിൻ്റെ തരികൾ മുഴുവൻ ഒന്ന് മാറ്റിയെടുക്കണം. അതിലേക്ക് വേണ്ട ഐറ്റംസാണ് മല്ലിച്ചപ്പ്, തക്കാളി, സവാള, തൈര്, ഗരം മസാല പാക്കറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. മൊത്തം ബിരിയാണിക്ക് വേണ്ട ഐറ്റംസാണ് ഇതൊക്കെ. ഇനി നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൽ കൂടെ കുറച്ച് മല്ലിച്ചപ്പും പുതിയലും കൂടി അരച്ചെടുത്ത് മാറ്റി വയ്ക്കണം. 3 ഗ്ലാസ് അരിയാണ് ഞാൻ ബിരിയാണിക്ക് വേണ്ടി എടുക്കുന്നത്. അത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിരാൻ വെക്കണം. അതിന് ശേഷം ആ കുതിരാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് സവാള മൂപ്പിച്ചെടുക്കണം. സവാള ചെറുതായിട്ട് ഗ്യാസ് കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഗ്യാസിൻ്റെ കുറ്റി ഇങ്ങനെ ചെരിച്ച് വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസം കൂടി ഗ്യാസ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് ടിപ്പാണ് കേട്ടോ. ഇതാ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് സവാള ഇട്ടു. ഇളം ചൂടിൽ അത് വറുത്ത് കോരി അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും കൂടി വെതറിയായി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയി കിട്ടും. കുറച്ച് വെതറാൻ പാടുള്ളൂ. എല്ലാ ഭാഗത്തേക്കും തിരുവി പിടിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ എല്ലാ സവാളയും ഞാൻ അതിൽ വറുത്ത് പ്ലേറ്റിലോട്ട് കോരി വെച്ചു. ഇനി വേണ്ടത് പാത്രത്തിൽ ഇരിക്കുന്ന ബാക്കി സവാള നമ്മൾ ആ ചട്ടിയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അങ്ങനെ സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ കുറച്ച് ഉപ്പും കൂടി നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുന്നു. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചു വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, അതിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ടുണ്ട്, പുതിയലിട്ടുണ്ട്. അത് ഈ പകുതി സവാള വഴറ്റി വന്നതിലോട്ട് ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലപോലെ പച്ചമണം കളയുന്നത് വരെ വഴറ്റി കൊടുക്കുക. വഴറ്റി വന്നതിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടി, അത് 2 സ്പൂൺ തന്നെ, ആ സ്പൂൺ കൊണ്ട് തന്നെ
2 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി നമ്മളതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അത് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം മാത്രം നമുക്ക് തക്കാളി അതിലോട്ട് ചെരിഞ്ഞ് കൊടുക്കാം. കനം കുറഞ്ഞ് അരിഞ്ഞ് വെക്കണം. അരിഞ്ഞ തക്കാളിയാണ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ ഇളകി സവാളയും തക്കാളിയും നല്ലപോലെ വെന്ത് ചേർന്ന് വരണം. സവാള വേവാണ്ട് കിടന്ന ബിരിയാണിക്ക് രസം ഉണ്ടാവില്ല. നല്ലപോലെ കുറുകിയ ഗ്രേവി പോലെ വരണം. അത് കുറച്ച് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ആ കുറുകി വന്നതിലോട്ട് കുറച്ച് സ്മെല്ലിന് മല്ലിച്ചപ്പും പുതിനയും കൂടി ചേർന്ന് ഇല അരിഞ്ഞ് വെച്ചത് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ബിരിയാണിക്ക് മല്ലിച്ചപ്പിന് പുതിനയിലെ ഒരു ഫ്ലേവർ മണം പ്രത്യേകം എടുത്ത് നിൽക്കണം കേട്ടോ. നല്ലപോലെ ഇങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് പുളിയുടെ തരം അനുസരിച്ച് ആവശ്യത്തിന് തൈര് നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. അതിലോട്ട് കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വറുത്ത് വെച്ച ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കണം. നല്ലപോലെ ഇളക്കി കഴിഞ്ഞ് എല്ലാ ഭാഗത്തേക്കും ചിക്കൻ ഒരു 5 മിനിറ്റോളം അതിൽ കിടന്ന് വരുമ്പോൾ മാംസത്തിൻ്റെ മുകളിലൊക്കെ നല്ലപോലെ അതിൻ്റെ ടേസ്റ്റ് പിടിക്കും. അതിന് ശേഷം മല്ലിച്ചപ്പും പുതിയയിലും ഒന്നും കൂടി ഒന്ന് വെതറി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അടുപ്പത്ത് അരി വേവിക്കാൻ വയ്ക്കാം. അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇട്ട് കൊടുത്തത്. നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പാത്രത്തിൻ്റെ താഴെ അടി പിടിക്കാണ്ടിരിക്കാൻ. നല്ലപോലെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അത് നമ്മൾ ആ ബിരിയാണി പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പാണ് ഇട്ട് കൊടുത്തത്. അതിന് ശേഷം കുറച്ച് ഒരു കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കണം. കാരണം ഇല്ലെങ്കിൽ ചോറ് കട്ട പിടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ പിഴിയുന്നത്. അതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ചേർന്ന അതും കൂടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കൂടുതൽ വേണ്ടവർക്ക് അവരെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം അരിപ്പയിൽ അരി ഊറ്റി വെച്ചിട്ടുണ്ട്. അത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അരമണിക്കൂറോളം അരി വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷമാണ് അരിപ്പയിലോട്ട് മാറ്റിയത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അരി നമുക്ക് വേവാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സലാഡ് കുട്ടന്മാർ ശരിയാക്കാം. സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്നു. അത് തൈരിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലും കൂടി ചേർത്ത് ഇട്ട് കൊടുക്കാം. കൈകൊണ്ട് നല്ലോണം തിരുമ്മി പിടിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. നല്ലപോലെ ഇളക്കി വയ്ക്കണം. അതിന് ശേഷം ആ സമയം കൊണ്ട് നമുക്ക് അടുപ്പത്ത് അരി പാകമായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പാകത്തിന് അരി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് വയ്ക്കേണ്ടതുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് വെച്ച് നമ്മൾ സവാള വറുത്ത് വെച്ച അതിലോട്ട് പ്ലേറ്റിലോട്ട് ഇത് രണ്ടും നമ്മൾ മാറ്റി വയ്ക്കണം. എല്ലാം കരിയാണ്ട് നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. തീ ഫ്ലെയിം കുറച്ച് എപ്പോഴും നമ്മൾ ചേർക്കുക. അതിനുശേഷം കോഴിമുട്ട പുഴുങ്ങാൻ വെച്ച് കോഴിമുട്ട പൊട്ടി പോകാണ്ടിരിക്കാൻ കുറച്ച് ഉപ്പും കൂടി വെതറിയാൽ പൊട്ടാണ്ട് കിട്ടും. ഇതാ ചട്ടിയിലെ ചിക്കൻ്റെ പരുവം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. അതിലോട്ട് കട്ട പിടിക്കാണ്ട് തന്നെ ചോറ് നല്ലപോലെ നാരങ്ങ പിഴിഞ്ഞ കാരണം കിട്ടിയിട്ടുണ്ട്. പാകത്തിന് വെള്ളം വെച്ച കാരണം ഇനി നമ്മൾ അതിലോട്ട് ചോറ് വെതറി കൊടുക്കുകയാണ്. ചൂടോടെ തന്നെ ചോറ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലൂടെ കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലിച്ചപ്പും പുതിനയും കൂടി ഒന്ന് വെതറി കൊടുക്കണം.
അങ്ങനെ ചട്ടിയിൽ രണ്ടാമതും ദമ്മിട്ടു. അവസാന പണികൾ ഇത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നെയ്യും കൂടി അതിൻ്റെ മുകളിലോട്ട് രണ്ടാമത്തെ ലെയർ അരിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിൽ അവസാനം അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരു ഇലയും കൂടി വെച്ചതിന് ശേഷം ഒരു പാത്രം കൊണ്ട് നമ്മൾ കമഴ്ത്തി മൂടുന്നു. ആ മൂടുന്നതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഒരു പാത്രം വെള്ളം കൂടി വെച്ച് കൊടുത്തു. കുറച്ച് നല്ല വെള്ളം എടുക്കാം. അങ്ങനെ ചെറിയ ദമ്മിലാണ് ഇപ്പോൾ ബിരിയാണി വെച്ചിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് പാത്രം വെള്ളം വെച്ച് കൊടുത്തു. ചെറിയ ദമ്മിൽ ബിരിയാണിക്ക് ഒരു 15 മിനിറ്റോളം ഞങ്ങൾ വെച്ചു കേട്ടോ. അതിന് ശേഷം ബിരിയാണി ദമ്മ് ഞാൻ പൊട്ടിച്ചു, ഇലയെടുത്തു. അതിന് ശേഷം ചോറ് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തു. ബിരിയാണി അരി വേവിച്ച പാത്രത്തിലോട്ട് തന്നെയാണ് ചോറ് മാറ്റിയത്. ഇതാണ് സർവ് ചെയ്ത ബിരിയാണി. ചട്ടി ദം ബിരിയാണി എന്ന് പറയും. അതിലോട്ട് നമ്മൾ പൊട്ടാണ്ട് പുഴുങ്ങിയ കോഴിമുട്ടയും കൂടി വെച്ച് കൊടുക്കും. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് വേവിച്ച കാരണം മുട്ട നമുക്ക് പൊട്ടാണ്ട് കിട്ടും. ഇനി ഞാൻ കഴിക്കാൻ വേണ്ടി ഇലയിലോട്ട് അത് സർവ് ചെയ്തു.